പെട്ടിപ്പത്തിൽ മലബാർ സ്പെഷ്യൽ സ്നാക്സുകളിൽ മുൻപന്തിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും ഇത് അല്ലേ. പ്രത്യേകിച്ച് വിരുന്നുകാരൊക്കെ വരുന്ന സമയത്തും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എന്തായാലും ഈ ഒരു ഐറ്റം ഇല്ലാതിരിക്കൂല. നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്, എന്നാൽ കഴിക്കാനും ഒടുക്കത്തെ ടേസ്റ്റാണ്. ചൂടോടുകൂടിയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട അല്ലേ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാവില്ല. പിന്നെ പല ആൾക്കാരും പല സ്റ്റൈലിൽ ഉണ്ടാക്കുന്നു. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള ഉള്ളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയൊക്കെ ചേർത്ത് എണ്ണയിൽ വാട്ടിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ മഞ്ഞൾ പൊടി, ഒരല്പം മുളക് പൊടി, കുരുമുളക് പൊടി ഇവയൊക്കെ ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേവിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ബീഫ്, ഇനി പകരമായിട്ട് ചിക്കൻ വേണമെങ്കിൽ അതും ചേർക്കാം. അവസാനം മല്ലിയിലയും ഗരം മസാലയും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1/4 കപ്പ് റവ, 1 ടേബിൾ സ്പൂൺ നെയ്യ്, ആവശ്യത്തിന് ഉപ്പ് ഇവയൊക്കെ ചേർത്ത് സാധാരണ പച്ചവെള്ളത്തിലൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. ഒരുപാട് കട്ടിയിലായി പോകരുത് കേട്ടോ പരത്തുന്നത്, എന്നാലേ നല്ല നൈസും ആവണ്ട. ഇതുപോലെ റൗണ്ടായിട്ട് പരത്തിയെടുത്ത് നടുവിൽ ഫില്ലിങ് വെച്ച് കൊടുത്ത് മുകളിൽ ഒരു മുട്ടൻ്റെ പീസും കൂടി വെച്ച് എന്നിട്ട് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എന്താ പറയുക, ഇങ്ങനെ കൈ കൊണ്ട് പിരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കട്ടർ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി, ഒരു ബോക്സ് ടൈപ്പിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടിയും ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകും. അപ്പോൾ നല്ല മൊഞ്ചുള്ള പെട്ടിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ.